ആയോധന കലയിൽ നിരവധി അംഗീകാരങ്ങളുടെ തിളക്കത്തോടെ മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ 47ാമത്തെ ബ്രാഞ്ച് ചേലക്കര മുഗാരിക്കുന്ന് ഗോപികാസ് ആർക്കേഡിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ സെക്രട്ടറി KR സുരേഷ് മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമിയുടെ 47ാമത് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കായിക ലോകത്തെ നിരവധി പേർക്ക് സർക്കാർ ജോലി ലഭിച്ചുവെന്നത് അഭിമാനാർഹമാണെന്നും കഠിനാധ്വാനത്തിലൂടെ കായികശേഷി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ആരോഗ്യമുള്ള യുവതലമുറയെ സമൂഹത്തിന് ലഭ്യമാക്കാനും ചേലക്കര പഞ്ചായത്ത് നൽകുന്ന പിന്തുണ ഏറെ അഭിനന്ദനാർഹമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KR സുരേഷ് പറഞ്ഞു. കേരളത്തില് ഒരു 46ാമത്തെ അക്കാദമി തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒരു ചില്ലറ കാര്യമല്ല. ഒരു വലിയ അധ്വാനത്തിന്റെയും സ്പോർട്സിനോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു 46ാമത്തെ കേന്ദ്രം തുടങ്ങാൻ നമ്മുടെ അക്കാഡമിക്ക് സാധിച്ചിട്ടുള്ളത്. മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാഡമി എന്ന് പറയുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ അക്കാഡമിയായി മാറി എന്നുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതിൻ്റെ പരിശീലകരെയും പ്രത്യേകിച്ച് റഫീഖ് സാറിനെയും ഈ അവസരത്തിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ പറയുന്നു. കൊച്ചുകുട്ടികളായ കാരണം നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, സർക്കാർ ജോലി കിട്ടുന്നതിന് PSC ടെസ്റ്റ് എഴുതിയിട്ടൊക്കെ വേണം ജോലി കിട്ടണമെങ്കിൽ. പക്ഷെ ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരറിയാമോ? അദ്ദേഹം ഭരിക്കുന്ന നമ്മുടെ കേരളത്തിലെ സർക്കാർ ഒരു PSC ടെസ്റ്റ് എഴുതാണ്ട് 600 കായിക താരങ്ങൾക്കാണ് സർക്കാർ സർവീസിൽ ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയില്ലേ എങ്ങനെയാണ് നമ്മുടെ സർക്കാർ കായിക താരങ്ങളോടുള്ള സമീപനമെന്ന്. നിങ്ങൾ വളർന്നു വരുന്ന കുട്ടികളാണ്. ചാമ്പ്യന്മാരാവുന്ന കോമൺവെൽത്തിലായാലും നാഷണൽ ഗെയിംസിലായാലും ചാമ്പ്യന്മാരാവുന്ന കുട്ടികൾക്കാണ് സർക്കാർ നേരിട്ട് ജോലി കൊടുക്കുന്നത്. അതുമാത്രമല്ല, ഏറ്റവും കൂടുതൽ കായിക രംഗത്ത് വൻ മുന്നേറ്റം നടക്കാൻ സാധിച്ച കുറച്ച് വർഷങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തുകളും ഗ്രൗണ്ടാണ്. എനിക്കറിയാം ചേലക്കരയിലും എപ്പോഴും ചേലക്കര എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ നാട് കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ചേലക്കര. കായിക വിദ്യാഭ്യാസത്തിന് ചേലക്കര പഞ്ചായത്തിന്റെ കൂടി സഹകരണത്തോടെ നിരവധി വിദ്യാർത്ഥികൾക്ക് കൂടി മാർഷൽ അക്കാദമി സൗജന്യ പരിശീലനം നൽകുന്നു. കരാട്ടെ, കുങ്ഫു, ബോക്സിംഗ് തുടങ്ങിയ ആയോധന കലകളാണ് ഇവിടെ പരിശീലിപ്പിക്കുന്നത്. ലഹരിക്കെതിരെ പൊരുതാൻ കായികാഭ്യാസം ലഹരിയാക്കി സമൂഹത്തെ നേർവഴിക്ക് നടത്താൻ ഇത്തരം അക്കാദമികൾക്ക് സാധിക്കുമെന്ന് ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് പറഞ്ഞു. ഏറ്റവും വലിയ മറ്റ് ആയുധങ്ങളൊന്നുമില്ലാതെ സ്വന്തം ശരീരം കൊണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു പഠന കലയാണ് കരാത്തെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനൊപ്പം തന്നെ ആത്മവിശ്വാസം വളർത്താൻ, നിങ്ങൾക്ക് ആത്മവിശ്വാസം വളർത്താൻ ഏറ്റവും നല്ല ഒരു കലയായി പരസ്പരം സ്നേഹിക്കാനും ബഹുമാനിക്കാനും എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം. വെറും കരാട്ടെ എന്ന് പഠിച്ചാൽ മറ്റുള്ളവരെ പ്രതിരോധിക്കലും മാത്രമല്ല, മറിച്ച് അത് ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. നാളെ എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഈ ഭാവിധേയരാകേണ്ട ആളുകൾ. വെറും കരാട്ടെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യം വേണം. നിങ്ങൾ പലരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരാവാം, ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തകരാകാം, വളരെ നേതാക്കളാവാം, പലരും ആയിക്കൊണ്ടിരിക്കാം. ഇങ്ങനെയൊക്കെ ആയാൽ തന്നെയും നിങ്ങൾക്ക് സ്വന്തം രാജ്യത്തോട്, നിങ്ങൾ ഈ പഠിക്കുന്ന എല്ലാം തന്നെ സ്വന്തം സമൂഹത്തോടും രാജ്യത്തോടും നിങ്ങൾക്ക് കടപ്പാടുണ്ടാവണം. നിങ്ങൾ നേടുന്ന വിദ്യകളെല്ലാം തന്നെ സമൂഹത്തിന് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. എനിക്ക് മുമ്പ് സൂചിപ്പിച്ച ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞു ലഹരി വേണമെന്നുള്ളത്. ഞാനും അഭിപ്രായക്കാരനാണ്. പക്ഷെ ആ ലഹരി എന്താണ്? ലഹരി ഈ പറയുന്ന ഇത്തരം കലകൾ നിങ്ങൾ ഇതിൽ വിട്ടുപോകുമ്പോഴാണ് നിങ്ങൾക്ക് മറ്റേ ഒരു ലഹരിയിലേക്കുള്ള ഒരു പ്രത്യേക താല്പര്യം തോന്നുന്നത്. ഏതായാലും അതെല്ലാം ഇല്ലാതെ ഏറ്റവും നല്ല കുട്ടികളായി ഈ രാജ്യത്തിൻ്റെ കാവൽഭടന്മാരായി ഭാവിയിലേക്ക് കഴിയട്ടെ. കഴിഞ്ഞ 3 ബജറ്റിൽ ചേലക്കര പഞ്ചായത്ത് ലക്ഷങ്ങളാണ് കായികാഭ്യാസത്തിനായി വകയിരുത്തിയിട്ടുള്ളതെന്നും കുട്ടികളിലെ കായികാഭ്യാസ സ്നേഹം വളർത്തിയെടുക്കാൻ ഇനിയും ഫണ്ട് അനുവദിക്കാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H. ഷെലീൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ എല്ലിശ്ശേരി വിശ്വനാഥൻ എന്നിവർ പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായിട്ട് 2 ലക്ഷം രൂപ മാർഷൽ ആർട്സ് പദ്ധതിക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് പദ്ധതി രൂപീകരണ ഘട്ടത്തിൽ മാറ്റിവെക്കാറുള്ളതാണ്. ഇതിലെ പങ്കാളിത്തമൊക്കെ കാണുമ്പോൾ ഈ വർഷം കൂടുതൽ കാശ് വല്ലതും മാറ്റിവെക്കേണ്ടി വരുമോ എന്ന തരത്തിലുള്ള ഒരു ആശങ്കയുണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? കാരണം
നല്ല നിലയ്ക്ക് നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഫണ്ട് കൂടുതൽ ചെലവഴിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് കൂടുതൽ യുവതീ-യുവാക്കൾക്ക് ഗുണകരമായ രീതിയിൽ ഭവിക്കണ്ടേ എന്ന് ബോധ്യപ്പെട്ടാലെങ്കിലും ആ തുക കൂടുതലായി മാറ്റിവെക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. അത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പഞ്ചായത്ത് നടപ്പിലാക്കിയിട്ടുള്ള ആ മനോഭാവം അനുസരിച്ച് തന്നെ ഈ വർഷവും നടപ്പിലാക്കാൻ തയ്യാറാണ് എന്നും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ചേലക്കര പഞ്ചായത്ത് കഴിഞ്ഞ 3 വർഷക്കാലമായി മാർഷൽ ആർട്സ് പരിശീലനം സംഘടിപ്പിക്കുന്നുണ്ട് സൗജന്യമായി. റഫീഖായിട്ട് 8-10 വർഷത്തെ ബന്ധമുണ്ട്. ചേലക്കര ഒരു ഫ്ലക്സിൻ്റെ സ്ഥാപനം, പ്രിൻ്റിൻ്റെ സ്ഥാപനം നടക്കുന്ന കാലം മുതൽ ഉള്ള ഒരു പരിചയമാണ്. ഞങ്ങൾ 2022-23 സാമ്പത്തിക വർഷത്തെ പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് ഇരിക്കുമ്പോഴാണ് റഫീഖ് ഇങ്ങനെ ഒരു ആശയം ഞങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് നൽകിയത്. നമ്മുടെ നാട്ടിൽ സ്ഥിരം ഏതൊരു ടൂർണമെൻറ്റുകളാണെങ്കിലും മത്സരങ്ങളാണെങ്കിലും വോളിബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോൾ ഈ 3 മത്സരങ്ങളിൽ നിൽക്കും. ഒപ്പം ചേലക്കരയിലായതുകൊണ്ട് തലമയും വരും. അതിനപ്പുറത്തേക്കൊരു മത്സരങ്ങളോ അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും മത്സരങ്ങളിൽ പോയി പങ്കെടുക്കുന്ന കുട്ടികളോ നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല. അങ്ങനെയായിരുന്നു നമ്മൾ ഈ മാർഷൽ ആർട്സിൻ്റെ വിവിധ മേഖലകൾ ചേലക്കര ഗ്രാമപഞ്ചായത്തിൽ പരീക്ഷിക്കണം, അതിന് നിയമ സാധുത എങ്ങനെയാണെന്ന് നമ്മൾ അറിയാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും ഇതുപോലെയുള്ള ഏത് പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ സാമ്പത്തികം മാത്രമല്ല, അതിന് നടപ്പിലാക്കാൻ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു വലിയ പിന്തുണയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് ഏത് പുതിയ ആശയങ്ങൾ ഇവിടെ കൊണ്ടുവന്നു തന്നാലും ഇത് ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു സെക്രട്ടറി ഉള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഇതുപോലെയുള്ള പ്രവർത്തനം സ്വീകരിക്കാൻ ഞങ്ങൾക്ക് തുണയായിട്ടുള്ളത്. കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും കായിക വിനോദം ഒരു ലഹരിയായി കണ്ട് തെറ്റായ മാർഗം സ്വീകരിക്കുന്നവരെ ലഹരിക്ക് അടിമപ്പെടാതെ സഹായിക്കാൻ നാം ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി അഭിപ്രായപ്പെട്ടു. ലഹരി വേണം, ഇതാവണം നിങ്ങളുടെ ലഹരി, സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയാവണം ലഹരി. അപ്പോൾ നമുക്ക് പഞ്ചായത്ത് ഇപ്പോൾ പല രീതിയിൽ പറഞ്ഞു, പഞ്ചായത്ത് നിങ്ങൾക്ക് വേണ്ടി പല പദ്ധതികൾ വയ്ക്കുന്നുണ്ട്. മാഷ് 46 സ്ഥാപനമൊക്കെ കേരളത്തിൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ എളുപ്പമാണ്, നിലനിർത്തി കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിന് മാഷക്കൊരു അഭിനന്ദനം കൊടുക്കണം. മാർഷൽ ആർട്സ് ആൻഡ് സ്പോർട്സ് അക്കാദമി ചെയർമാൻ PS റഫീഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒരു 46ാമത്തെ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആഹ്ലാദപൂർവമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ബ്രാഞ്ചായി മാറി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ചേലക്കര പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിവിടെ സൗജന്യമായി ക്ലാസ് ഉണ്ട് കുട്ടികൾക്ക്. അത് പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് കുട്ടികൾക്ക് അത്യാവശ്യം എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട് കുട്ടികൾക്ക് പരിശീലനം നൽകുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. ബോക്സിംഗ് ക്ലാസ്സാണ്, അതുപോലെ തന്നെ കരാട്ട, കുങ്ഫു എല്ലാതും ഉണ്ട്. കഴിഞ്ഞ 3 വർഷമായി ചേലക്കര പഞ്ചായത്ത് ഇവിടെ നമുക്ക് ക്ലാസ്സിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നിട്ടുണ്ട്. അതിനുള്ള ഫണ്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കാൻ ഫ്രീ ആയിട്ടാണ് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ 3 വർഷത്തിൻ്റെ ഇടയിൽ നമ്മൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ചേലക്കര പഞ്ചായത്ത് പഠിപ്പിച്ചപ്പോൾ അവർക്ക് നമുക്ക് റിസൾട്ട് അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒളിമ്പിക് ഗെയിമിൽ ഓവറോൾ ട്രോഫിയാണ് പാലക്കാട് ജില്ലയിൽ നടത്തിയിട്ട് ചേലക്കര പഞ്ചായത്തിന് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ സ്കൂൾ ഗെയിംസിൽ സിൽവർ മെഡൽ, ഊഷു ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ ഇവിടെയുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് H ഷെലീൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ജയലക്ഷ്മി, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ, ചേലക്കര പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് ഗോപി ചക്കുന്നത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ഫെൻസിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് അഖിൽ, കരാട്ടെ ഏഷ്യൻ ചീഫ് ആദിത്യൻ അനിൽ, ബ്രാഞ്ച് ഇൻചാർജ് ഷഹൽ മുബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ദേശീയ, സംസ്ഥാന, ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുത്ത പ്രതിഭകൾക്ക് പുരസ്കാരങ്ങൾ സമ്മാനിച്ചു.
അടുത്തതായി മരുന്ന് അസ്ന ഒളിമ്പിക്സ് അസോസിയേഷന്റെ കരാട്ടെ മത്സരത്തിന് പങ്കെടുത്ത Chairman, Managing Director, President. Business Desk, Right Vision News.